ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ പ്രതിഷേധം കൂടുതൽ ശക്തിപ്പെടുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹിളാ മോർച്ചയുടെ പ്രതിഷേധ സമരം അരങ്ങേറുകയാണ്. പോലീസ് അവരെ തടയാൻ ശ്രമിക്കുന്നു, മുദ്രാവാക്യം മുഴക്കുകയാണ്. ദേവസ്വം ബോർഡിനും സർക്കാരിനുമെതിരെ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. മഹിളാ മോർച്ച സെക്രട്ടേറിയറ്റ് മാർച്ച് ഗ്രൂപ്പ് നോക്ക്. ഹരികൃഷ്ണയാണ് വിവരങ്ങളുമായി ചെന്നത്. ഹരി, ശബരിമലയിലെ കൊള്ളയിൽ എല്ലാ വിഭാഗങ്ങളുടെ ഭാഗത്തുനിന്നും എല്ലാ സംഘടനകളുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടൊരു പ്രതിഷേധമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലും. ഏത് തരത്തിലാണ് അവിടുത്തെ കാര്യങ്ങൾ, അന്തരീക്ഷം എങ്ങനെയാണ്? മഹിളാ മോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് സമരഗേറ്റിന് മുൻവശത്ത് പോലീസുകാർ തടഞ്ഞു. ഇവിടെ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ഇപ്പോൾ അദ്ദേഹം ഈ മാർച്ചിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കും. ഏകദേശം ഒരു 200-ലേറെ പ്രവർത്തകർ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. അതായത് സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ CPMന്റെ ഉന്നതർ, ദേവസ്വം മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം എന്നുള്ള പ്ലക്കാർഡുകളൊക്കെ ഏന്തിക്കൊണ്ടാണ് പ്രവർത്തകർ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിയത്. മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധക്കാർ ഇവിടെ പ്രതിഷേധിച്ചു. ഇപ്പോൾ നേതാക്കൾ ഓരോരുത്തരായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മഹിളാ മോർച്ചയുടെ പരിപാടി, ആ പരിപാടിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്.